എന്തിട്ട് പരിപാടി മക്കളെ? ഞാൻ 4 ദിവസമായിട്ട് ഇവിടെ ആയിരുന്നു. ഇനിയിപ്പോൾ 5ാമത്തെ ദിവസമായി. ഇന്ന് 1-ാം തീയതിയാണ്. അപ്പോൾ ഞാനിന്ന് ഇവിടുന്ന് പോകാൻ വിചാരിച്ചു. ഇനി പഞ്ചാബ് റൂട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. റെസ്റ്റൊക്കെ എടുത്ത് ഫുള്ള് റെഡിയായി കാര്യങ്ങളൊക്കെ ഏകദേശം. അപ്പോൾ മെല്ലെ ഇനി ഇവിടുന്ന് പോകാന്നുള്ള പരിപാടിയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിള്ളേരോട് വിളിച്ചിട്ട് പോവാന്ന് പറയാം. അത് വിളിക്കാൻ പറഞ്ഞ നടന്നു. അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് പോവാം. ഇതാ മക്കളെ, ഞാൻ പോട്ടെ. ഇതാ ഞാൻ പോവാൻ നോക്കട്ടെ. പോട്ടെ. നല്ല അർത്ഥമില്ല. ഇരിക്കണ്ട അവിടെ കിടന്നോ. സാധനങ്ങളൊക്കെ കൊണ്ടു ഞാൻ ഇറങ്ങാച്ചിട്ടപ്പോ സമയമായില്ലേ. ഇന്ന് ഡ്യൂട്ടിയില്ലല്ലോ. രാവിലെ തന്നെ ഉറക്കം കളഞ്ഞു വില്ലാണ്ടത് ഇനി. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കട്ടെ. എല്ലാം എടുത്തു. എന്തായാലും ഒരു നോട്ടം ഇപ്പോൾ ഒരു സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അറിവില്ല. ചാർജറൊക്കെ ഞാൻ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടാവുന്നില്ല. ടൈറ്റസ് ഏട്ടനെ വിളിച്ചു പറയാ. അങ്ങനെ പോകാനുള്ള പരിപാടി സെറ്റായി. ഇങ്ങനെയാണ് വന്നത്. അപ്പൊ ശരി മക്കളെ, കാണാൻ കടയിലൊക്കെ വെച്ചിട്ട് എന്നാലും വരുമ്പോഴേലും ഞാൻ വിളിക്കാൻ എന്തെങ്കിലും ചെയ്യാം. ശരി പോട്ടെ. ഞാൻ ഈ വഴി മിക്കതും ഉത്തരാഖണ്ഡ് ആ വഴിക്ക് അത് നോക്കട്ടെ. അത് പൊല്യൂഷൻ ഭയങ്കര സീനാ. ശ്വാസം വലിച്ച് വിടണത് മൊത്തം ഈ പറഞ്ഞ പോലെയാ. മൂക്ക് ചീറ്റി നിൽക്കണം കുറേ നേരമായിട്ട്. ഡൽഹിയുടെ ഉള്ളിൽ നിന്ന് കഴിയണില്ല. എത്ര നേരമായി നിറയെ ചോട്ടുന്നത്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അടയ്ക്ക് പോകാൻ വിചാരിച്ച് നിന്നു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി തട്ടിയിട്ട് പോലീസുകാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തോടെ വളഞ്ഞു വരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് വളയാൻ നിന്നില്ല. പിന്നെ കണ്ടിട്ടുള്ളതാ. പിന്നെ വെറുതെ ഒന്ന് പോകാൻ വിചാരിച്ചതാ. കാലത്തന്നെ ശകുനാണ്, മുടക്കിന്ന് അറിയില്ലേ. അപ്പോൾ പിന്നെ പോകാൻ നിന്നില്ല. ഇവിടുന്ന് എങ്ങനെയാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു കിട്ടണം എങ്ങനെയെങ്കിലും. എളുപ്പമല്ല. അയ്യോ മൂക്ക് ചീറ്റി മനുഷ്യൻ്റെ പടളക്കി. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ കോളനികളാട്ടെ കണ്ട. ഒരു അമ്പലമാണ് അതിൻ്റെ ബാക്കിൽ കണ്ട. ഇങ്ങനെ കുറേ ഉണ്ട് ഇവിടെ. റോഡ് സൈഡിൽ മൊത്തം കുറേ കാണാനുണ്ട്. ചെറിയ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ വീടുകളാ കണ്ട. ഇത് വലിയ വീടാല്. ഇത് അമ്പലം പോലെ പണിത് കൊടുക്കാൻ കേട്ടോ വീടിനുള്ളിൽ. വെൽക്കം ടു ഹരിയാന. അങ്ങനെ ഹരിയാനയിലേക്ക് കിടക്കാൻ പോകട്ടെ നമ്മള്. അടുത്ത കളികൾ ഹരിയാനയിൽ നമ്മൾ ഇന്നലെ വരുമ്പോഴും ഹരിയാന ടച്ച് ചെയ്തിട്ടുണ്ടാണെന്നൊന്ന് വരുമ്പോൾ. ഇന്നല്ല മറ്റേ നമ്മൾ രാജസ്ഥാനിൽ ഒന്ന് കയറിയിട്ട് ഡൽഹി കയറുമ്പോൾ ഒന്ന് ഹരിയാന ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ഹരിയാന ടച്ച് ചെയ്തിട്ട് വേണം ഇനിയിപ്പോൾ പഞ്ചാബിലേക്ക് പോകാൻ. അങ്ങനെ നല്ല ചൂട് വലിയ കുഴപ്പമില്ല ഇവിടെ. എന്നാലും ഒരു 11 മണി ആവണതിൻ്റെ ചൂട് തന്നെ ഉള്ളോ. മറ്റേത് അങ്ങനെ ആണെന്നില്ല, സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഭാഗ്യമുണ്ട്. വെൽക്കം ടു ഹരിയാന. അങ്ങനെ 10 മണിയായി. അപ്പം എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചതാ. നമ്മുടെ സ്ഥിരം ഭക്ഷണം തന്നെ, പൂരി. ആള് പൂരിയൊക്കെ പരത്തുണ്ട് അവിടെ. അങ്ങനെ 2 പൂരി 30 രൂപ പ്ലേറ്റ്. അത് കഴിക്കാൻ വിചാരിച്ചു. വയ്യ ചൂടത്രയില്ല. പൊടിയിലാണ് പ്രശ്നം കൂടുതൽ. അതിലാണ് ചൂട്. അത് മറ്റേ പറാത്ത ചുരുണമാണ്. അങ്ങനെ ഞാനേ കഴിച്ചിട്ട് വരാം. ഞാൻ നല്ലത് ഈ കാണുന്നതില്ലേ, ഇവിടെ കാണുന്നത് കണ്ട. ഈ കാണാണ് ഡൽഹിയിലത്തെ മൊത്തം വേസ്റ്റ് തുറന്ന് അടിക്കുന്ന സ്ഥലമാണ്. നോക്കിയേ എന്താ അല്ലേ.
ഒരു കുന്നിൻ്റെ ഹൈറ്റിലാണ് നോക്കിയാണ്ട് JCB കൊണ്ട് കോരി ഇവിടുന്ന് വേറെ എങ്ങോട്ട് കൊണ്ടുകൊണ്ടിട്ടാ അത് വേറെ. പക്ഷെ എന്നാലും ഇതിൻ്റെ ഹൈറ്റ് നോക്കി എന്ത് ഹൈറ്റിലാണ് ഏറ്റവും മുകളിലൊക്കെ JCB കണ്ട സമ്മതിക്കണല്ലേ. ഇവിടുത്തെ വേസ്റ്റ് മൊത്തം പിന്നെ വേറെ എന്താ ചെയ്യാല്ലേ. ഇതെന്നാലും കുറച്ച് അക്രമമായി പോയി. പക്ഷെ മണ്ണൊന്നും വരുന്നില്ല റോട്ടിക്കൊന്നും അങ്ങനെ. അത് ചിലപ്പോൾ കൊല്ലം കുറേ ഉണ്ടാവില്ലേ. എത്ര കൊല്ലത്തിലൊക്കെയാണോ കണക്ക് എന്താല്ലേ. നേരെ പഞ്ചാബ് പോണ റോഡാണത്. നേരെ ഹരിയാന കൂടി കുറച്ച് കയറാണ്ട്. നല്ല വെയിലായിൻ്റെ എളുപ്പമല്ല ചൂട്. ഓ ഇവിടെ പൊല്യൂഷൻ ഭയങ്കര സീനാട്ടാ. ശ്വാസം വലിച്ചു വിടണതൊക്കെ ഈ പറഞ്ഞ പോലെ. എത്ര നേരമായി എന്നറിയൂ. ശരി ഇനി പോവാന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ട്? കിലോമീറ്റർ എത്രയാ? 440 കിലോമീറ്റർ ഉണ്ട്. ഗോൾഡ് നമ്പറിൽ കേട്ടുള്ളേ ലൊക്കേഷൻ 440 കിലോമീറ്ററാ. ഒരു 5-6 ദിവസം പിടിക്കുന്നത് എന്തായാലും. നോക്കട്ടെ മോളിക്കോട്ടെ ലോറി കയറി നോക്കി അവിടെ അങ്ങനെ. അപ്പോൾ ശരി പോവാൻ നോക്കട്ടെ. അങ്ങനെ ഉച്ച ഇപ്പോൾ ഒരു സ്ഥലം നോക്കി കണ്ടുപിടിച്ചതാ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പട്ടാളക്കാരൻ്റെ ഇത് കാണാനുണ്ട്. മേരെ ബാബ മന്ദിർ എന്നുണ്ട് കയറിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ അമ്പലം തന്നെ തോന്നുന്നുണ്ട്. എന്താന്നുള്ളത് അറിയില്ല. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ പിന്നെ ഇവിടെ വന്ന് സെറ്റായി. ഇവിടെ ഇതുമ്മ കിടന്നു. ഇപ്പോൾ കിടന്നിട്ട് പെയിൻറ്റുള്ളോ 3 മണിയായി സമയം. ഒരു 11:30 ടൈമിൽ വന്ന് കിടന്നതാ. കണ്ടോ ഇത്ര ഉള്ള സംഭവം. വേറെ പെട്രോൾ പമ്പൊന്നും കാണാമല്ലോ അവിടെ. അപ്പോൾ നേരെ ഒരു ചെറിയൊരു മന്ദിരമാണ് കണ്ടില്ലേ. ഇപ്പോൾ കിടന്ന് ഉറങ്ങി കുറച്ച് ഇറങ്ങി മെല്ലെ പോകാൻ നോക്കാന്നുള്ള പരിപാടിയാണ്. നല്ല വെയിലാണ്. പക്ഷെ കാരണം ചൂട് കുറവുണ്ട്. പക്ഷേ വെയിലിന് കുറവൊന്നുമില്ല. മറ്റേ രാജസ്ഥാനത്തെ ചൂടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണ് ശരിക്കും. പക്ഷേ ഇങ്ങനായിട്ടും സൈക്കിൾ ഓട്ടാൻ പറ്റുന്ന അറിയില്ല. നോക്കിയാൽ പൊട്ടത്തിന് ഉള്ളിൽ കിടക്കണ കാരണമെന്ന് അറിയില്ല. മറ്റേത് തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് എടുക്കുമ്പോൾ അവിടെ നിന്ന് വിമ്മിഷ്ടം അടിക്കണം. അങ്ങനത്തെ ടൈപ്പ് ആയിരുന്നു അവിടെ രാജസ്ഥാനിലൊക്കെ. വലിയ കുഴപ്പമില്ലേ. ഇത് ആരാണോ അത് ആള്. അങ്ങനെ മെല്ലെ ഇവിടുന്ന് പോവാൻ നോക്കട്ടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പം ശരി ഇനി ബാക്കി യാത്രയിൽ കാണാം. ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ സൈഡിൽ നിന്ന് മൊത്തം ദാബേര 5 കളി. ബാക്കിൽ നിന്ന് ഫുള്ള് ദാബയായിരുന്നു കേട്ടാ. എന്താ ഹരി വൈഷ്ണാട് ദാബ, കഹി ദാബ, ഹരി ദാബ, ഫുൾ ദാബേര 5 കളിയാണ് ഇവിടെ. എന്തോരം ദാബയാ. കുറച്ച് ദാബയൊന്നുമില്ല കേട്ടോ. കണ്ട ഫുള്ള് ദാബേര 5 കളി ഇവിടെ. നല്ലതാ. നോക്കി എന്താ പശുവളം നോക്കി. ഒറ്റയാളെ കൊമ്പ് നോക്കൂലേ. എന്തിട്ട് വളമാണ് ഒറ്റയാളെ കൊമ്പിനിട്ട് വളക്കണേ. നമ്മുടെ അടുത്ത് പശു കൊടുക്കാൻ ഇത്തിരി ഉണ്ടാവുള്ള കൊമ്പ്. ചെറിയൊരു കൊമ്പുണ്ടാവും. ഇതൊരു കുന്ന് എന്ത് വലിയ കൊമ്പാ. അയ്യോ എവിടെയെങ്കിലും കെടുക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം ഇനി. അല്ലെങ്കിൽ സീന 5 മണിയായി മതി. ഇന്ന് 74, 74, 3, 77, 78 കിലോമീറ്റർ ആയി. ഇപ്പോൾ സൈക്കിളോട്ട് 78 ആയിട്ടില്ല. ഒരു 5 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 78 ആവും. അങ്ങനെ ഞാനേ നല്ല പെട്രോൾ പമ്പാ ദാവേ എവിടെയെങ്കിലൊക്കെ നോക്കട്ടെ ഒന്ന്. ടെൻ്റ് അടിക്കാനുള്ള പരിപാടി വയ്യാണ്ടായി കരച്ചു. 4 ദിവസേ അവിടെ സുഖമാണെന്നില്ലേ. 3 നേരം ഫുഡ് ടൈറ്റ് സൈഡിനാക്കുക. ഫുള്ള് സുഖജീവിതമാണെന്നേ. അപ്പോൾ അവിടെ നിന്ന് പോന്നപ്പോഴേ ഭയങ്കര കഷ്ടപ്പാട്. ഇപ്പല്ല അങ്ങനെ അടുത്ത പരിപാടി സെറ്റ് ആകട്ടെ. അപ്പോൾ അങ്ങനെ ഇന്ന് കണ്ടില്ല. ഇന്ന് പെട്രോൾ പമ്പിൽ ഇന്നും പെട്രോൾ പമ്പിൽ തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഇവിടുത്തെ പെട്രോൾ പമ്പിലത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചു പെട്രോൾ പമ്പിൽ ഇങ്ങനെ ടെൻ്റ് അടിക്കട്ടെ ചേട്ടാന്ന് ചോദിക്കണം നമുക്ക് ഇവിടെ വെള്ളം അടിക്കാന്നൊക്കെ. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഇതല്ലേ. ചിലവരോട് കുറച്ച് നേരം കാല് പിടിച്ചിട്ട് പറയണം ഞാൻ പ്രൂഫ് തരാം അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ സമ്മതിക്കുക. ഇവിടെ വന്ന് കാര്യം പറഞ്ഞു കഴിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം അടിച്ചോ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ഇവിടെ തന്നെ അടിച്ചു. ഈ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കണം. എന്താ അവസ്ഥ എന്നറിയില്ല. കണ്ടിട്ട് വലിയ വൃത്തി ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ബാത്റൂമൊക്കെ അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ബാത്റൂമിൽ യൂസ് ചെയ്യാൻ കയറണൊക്കെ ഉണ്ട്. പുറത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമേ. ഒരു ടോയ്ലറ്റ് ആകെ ഒരു അല്ലങ്കോലാക്കിയിട്ടും ഒഴിച്ചുകൂടാ. അപ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത്. അങ്ങനെ സൈക്കിളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാരും ജെട്ടി എടുക്കണ്ടല്ലോ അവിടെ. ആരും മറന്നു വെച്ച് പോയതുകൊണ്ട് സൈക്കിൾ ഇപ്പോൾ തൽക്കാലം അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോണിലൊന്നും ചാർജ് ഇല്ല. അപ്പോൾ ഫോൺ ചാർജ് ചെയ്യാൻ കൊണ്ടുവയ്ക്കണം. ഇവിടെ 2-3 നായക്കുട്ടികളുണ്ട്. സീനാണ്. ഇതൊക്കെ കടിച്ചൊലിക്കുകയായിരുന്നു ഇത്ര നേരം വിടുന്നിട്ട്. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇരിക്കണേ.
ഇതൊക്കെ ഓട്ടയിട്ടേ കടലാസൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ 4 സൈഡും പോകുന്നു കണ്ട. എല്ലായിടത്തും കടലാസ് വെച്ച് കൊടുക്കുക. ടെൻറ്റിൻ്റെ കത്തിക്കൽ ഇപ്പോൾ കഴിയും. ടെൻറ്റിൻ്റെ കാര്യങ്ങൾ വേറെ നോക്കേണ്ടി വരും. ഇനി നല്ല പണി കിട്ടാൻ പോണേ നോക്കുന്നുണ്ടെങ്കിൽ പാലം നിൽക്കണമെങ്കിൽ അങ്ങനെ ഇനി കുളിക്കണം പരിപാടി നോക്കണം. കുറച്ച് പരിപാടികളുണ്ട്. ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണ ഹോട്ടലുണ്ടാണോ? അത് കുറച്ച് വലിയ ഏരിയ എന്ന് തോന്നുന്നുണ്ട്. ഇത് നല്ല കമ്പനികൾ അങ്ങനത്തെയൊക്കെയാണ്. തൊട്ടടുത്ത് ഹോട്ടലൊന്നും കാണാനില്ല. ഉണ്ടെങ്കിൽ ഭാഗ്യം. അല്ലെങ്കിൽ അവരോട് ചോദിച്ചു നോക്കണം. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരുന്നിട്ട് മാഗി ഉണ്ടാക്കാൻ എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ചു നോക്കണം. അയ്യോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ശരി എന്നാൽ ഞാൻ പോയിട്ട് ഫോണും പവർ ബാങ്കും ചാർജ് ചെയ്ത് വെക്കണം ആദ്യം. അങ്ങനെ അപ്പോൾ ശരി. കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കാം. അങ്ങനെ ടെൻ്റൊക്കെ അടിച്ചിട്ട് കിടന്നിട്ട് നോക്കുമ്പോൾ അപ്പുറത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ പോയി നോക്കിയപ്പോഴാണ് ഒരു ഗംഭീര ഹോട്ടൽ. തൊട്ടടുത്ത് ഇമ്മാതിരി ഹോട്ടലിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നോക്കുമ്പോൾ 2 വിമാനമൊക്കെ വെച്ചിട്ടുണ്ട്. വിമാനത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് ഫുഡ് അടിക്കാനുള്ള പരിപാടി. നോക്കുമ്പോൾ ആൾക്കാർക്കുള്ള ഫുൾ എൻജോയ്മെൻറ്റ് പരിപാടിയൊക്കെയാണ് ഹോട്ടലിൽ. അങ്ങനെ പോയി നോക്കിയപ്പോൾ ഡാൻസൊക്കെ വെച്ചിട്ട് ജാതി പടം അടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ മുകളിലൊരു ക്രെയിം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് ഫുഡ് അടിക്കാനുള്ള സെറ്റപ്പ്. ഇതൊരു വെറൈറ്റി സെറ്റപ്പ് അതിൻ്റെ കേട്ടോ. അങ്ങനെ 2 വലിയ പ്ലെയിനൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു എൻട്രൻസിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. കുട്ടികൾക്ക് കളിക്കാനുള്ള സെപ്പറേറ്റ് ഫുൾ പരിപാടി. ആൾക്കാർക്ക് നേരം പോക്കുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു ആദ്യം വല്ല കല്യാണം വല്ല പരിപാടിയൊക്കെയാണെന്ന് വിചാരിച്ചത്. അങ്ങനെ ചോദിച്ചപ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്. അങ്ങനെ ഇവിടുന്ന് കുറച്ചും കണ്ട് നീങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങനത്തെ 2-3 ഹോട്ടലുകളുണ്ടെന്ന് പറഞ്ഞാൽ നേരം പോക്കിന്. അങ്ങനെ നല്ല ഉഷാറ് പരിപാടി കഴിഞ്ഞിട്ടാണ്. ഞാൻ പോയി കിടക്കാൻ നോക്കാം കേട്ടോ. ഇനി